ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് കാർഡ്സ് ചോദിച്ചു. അതിൻ്റെ മീനിങ് എന്ന വേണം കുറച്ച് കാർഡ്സ് നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഇന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോവാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് സ്വാർഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് തളർത്തി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡീപ്പ് റെസ്റ്റിൻ്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് വിഷമിച്ചിരിക്കാതെ, നിങ്ങളുടെ വേദനകളിലേക്ക് നോക്കാതെ നിങ്ങളോട് ഹീലാവാനാണ്, സെൽഫ് ലവ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോഴും സെൽഫ് ലവ് ചെയ്യാത്തവരുണ്ട്. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വിഷമങ്ങളിലേക്ക് നോക്കാതെ നിങ്ങൾ സ്വയം ഹീലാവുക. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അവനവനെ തന്നെ സ്നേഹിക്കുക. അവനവനെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ നമ്മുടെ ആത്മാവിനോടും ശരീരത്തോടും ഒരുപോലെ നീതി കാണിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കില്ല. അപ്പോൾ നമുക്ക് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, നമുക്ക് വിജയിച്ച് കാണിക്കണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. ആ ആരോഗ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവനവനെ തന്നെ സ്നേഹിക്കണം. നമുക്ക് പോയ കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അത് സാധിക്കണമെങ്കിൽ, അത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യം വേണ്ടേ? നല്ലൊരു മനസ്സ് വേണ്ടേ? അപ്പോൾ നല്ല ആരോഗ്യത്തോടും മനസ്സോടും കൂടി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന കാര്യം ഹീലാവാനാണ്, റെസ്റ്റിൻ്റെ ആവശ്യകതയാണ് ഈ കാർഡ്സിലൂടെ മീൻ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ 6 ഓഫ് സോഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എപ്പോൾ ഹീലായി, നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരും. അതെങ്ങനെ വരും? ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത് ഒരു ട്രാൻസിഷനെയാണ്, ഒരു പരിവർത്തനത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ ഉണ്ടായ ആ സാഹചര്യം മാറി പുതിയൊരു വ്യക്തിയായി നിങ്ങൾ മാറും. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വരും. ഇപ്പോൾ കരിയറുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കാണിക്കുന്നു. വ്യക്തികളിൽ നിന്നാവാം അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നാവാം നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾ അത്രമേൽ ടെൻഷനായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വ്യക്തികളുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമുക്ക് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഹെൽപ്പ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഹെൽപ്പ് അറൈവിങ് ദ പെർഫെക്റ്റ് ടൈം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഒരു യാത്രയെ കാണിക്കുന്നു. വരും ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ളതായാലും വലിയ രീതിയിലുള്ളതായാലും ഒരു യാത്രയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്, ഒരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്. എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ കാര്യം സാധ്യമാകാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, നിങ്ങൾ സ്വയം ഹീലായിക്കൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളോട് ന്യൂ ഐഡിയ കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറണമെങ്കിൽ നിങ്ങൾ പുതുതായി ചിന്തിക്കണം. എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കണം. നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യമാവോ? ഇല്ലല്ലോ. അത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടണം. നിങ്ങളെ സഹായിക്കാൻ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഏഞ്ചൽ ഉണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് സഹായം ലഭിക്കും. പക്ഷെ അങ്ങനെ സഹായം ലഭിക്കണമെങ്കിൽ നമ്മൾ കൂടെ വിചാരിക്കണ്ടേ? നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണ്ടേ? ഏത് കാര്യമാണോ നമുക്ക് ആവശ്യമെങ്കിൽ ആ ആവശ്യത്തിനായിട്ട് അത്രമാത്രം ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കണം.
ആ പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സിന് മനസ്സിലാകുമ്പോൾ, നമ്മുടെ ആഗ്രഹം മനസ്സിലാകുമ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് യൂണിവേഴ്സ് വ്യക്തികളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ചിന്തകളിലൂടെയോ യൂണിവേഴ്സ് എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റ് ടൈമിൽ നമുക്ക് പറഞ്ഞു തരും എന്നാണ് ഏസ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. ക്ലിയർ തിങ്കിങ്ങിനെയാണ് പറയുന്നത്. നല്ലപോലെ ആലോചിച്ച് എന്തു കാര്യവും ചെയ്യാനായി യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാര്യം എടുത്തു ചാടി ചെയ്യരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലപോലെ ആലോചിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നേറി പോവാനാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഏസ് ഓഫ് വാൻസ് കാർഡിലൂടെ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുമെന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നു. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ സ്റ്റാർ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? മിറാക്കിൾ സംഭവിക്കണമെന്ന്. നിങ്ങളുടെ ലവ് ലൈഫിൽ, റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്തായിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിയൂണിയൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മേൽ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധ്യമാകാൻ പോകുന്നു. യൂണിവേഴ്സിന്റെ സഹായം നിങ്ങളിലേക്ക് വരുന്നു എന്നും ഈ സ്റ്റാർ കാർഡ് മീൻ ചെയ്യുന്നു. കാരണം ഇവിടെ പ്രകാശത്തെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങളെന്ന വ്യക്തി പ്രകാശത്തിലേക്കാണ് നോക്കിക്കാണുന്നത്. ആ പ്രകാശം നമ്മളിലേക്ക് വരുവാനായിട്ട് ത്രെഡ് പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട്, പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, നല്ല മനസ്സോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ കൈക്കുള്ളിൽ യൂണിവേഴ്സ് കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് സ്വാർഡ്സ് കാർഡാണ് കാണിക്കുന്നത്. ക്ലിയർ തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്. ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്നു മുതൽ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയോ, എന്നു മുതൽ നിങ്ങൾ ഹീലായി തുടങ്ങിയോ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയോ, അന്നു മുതൽ യൂണിവേഴ്സിന്റെ പ്രവർത്തനം തുടങ്ങി എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഒരു പടി മേലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു. അവര് പുതിയ ഐഡിയ കൊണ്ടുവരുന്നുണ്ട് എങ്ങനെ നിങ്ങളിലേക്ക് വരാം. അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കണം. അവർക്കും നിങ്ങൾക്കും ഇടയിൽ എന്താണ് ഉണ്ടായതെന്ന് പറയണം. അപ്പോൾ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങനെ പറയണമെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി. നിങ്ങളും അവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മെമ്മറി ആൻഡ് തോട്ട് എന്നാണ് കാണിക്കുന്നത്. വിക്ടറിയാണ് കാണിക്കുന്നത്. വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തിക്കഴിഞ്ഞു. എന്താണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതെന്ന്, ഫ്യൂച്ചറിലേക്ക് വേണ്ടതെന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് അടുത്ത കാർഡ് കാണിക്കുന്നത്. 2 ഓഫ് പെന്റക്കിൾ കാർഡിലൂടെ നിങ്ങളും അവരും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് എന്താവും പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അവരുടേതായ കാര്യങ്ങൾ, അവരുടെ ഫാമിലി, അവരുടെ കരിയർ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറു സൈഡിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകണം, ബാലൻസിലൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ 2 ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. അത്രമേൽ അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കാം. ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിരിക്കാം. അത് അവർ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നു എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സ് അതിനെ ബ്ലെസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 6 ഓഫ് പെന്റക്കിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 2 വേ അബഡൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് 2 വഴിയിലൂടെ പുരോഗതി വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം 2 വഴിയിലൂടെ സാധ്യമാകാൻ പോകുന്നു. ഒന്നുകിൽ അവരുടെ ഫ്രണ്ട്സ് ത്രൂ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി പ്രാർത്ഥിക്കാനാണ്, മൈൻഡ് സെറ്റ് ചെയ്യാനാണ്. ഇതുവരെ നിങ്ങളിലുണ്ടായ എല്ലാ വിഷമങ്ങളും ഹീലാക്കി കളഞ്ഞുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ മൈൻഡിനെ തന്നെ സെറ്റ് ചെയ്യാൻ പറയുന്നു, റീസെറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്ക് ആവശ്യം പുതിയൊരു ജീവിതമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സണുമൊത്തുള്ള പുതിയൊരു ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം. ആ ജീവിതം വരണമെങ്കിൽ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കരുത്.
നിങ്ങളും അവരും തമ്മിൽ ഒത്തിരി വിഷമങ്ങളായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ കാര്യങ്ങളെക്കുറിച്ച് ഇനി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ സംസാരിക്കരുത്. നിങ്ങളും അവരും തമ്മിൽ പുതിയ വിഷയങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്. എങ്ങനെ ചിന്തിക്കണമെന്ന്, എങ്ങനെ പറയണമെന്ന് നിങ്ങളോടും യൂണിവേഴ്സ് ചിന്തിക്കാൻ പറയുന്നു. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഇനിയൊരു മടങ്ങിപ്പോക്കില്ല എന്ന ഉറച്ച നിലപാടോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പുരോഗതി തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ 2 വഴികളിലൂടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് വ്യക്തികളിലൂടെ ആയിരിക്കാം, ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ആയിരിക്കാം എന്ന് ഇവിടെ ഈ കാർഡ് എടുത്ത് പറയുന്നു. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഹീറോഫിന്റെ കാർഡാണ് പറയുന്നത്. ഒരു ട്രഡീഷനെയാണ് കാണിക്കുന്നത്. ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ലീഡർ ആയിരിക്കാം, ഒരു ഗുരു ആയിരിക്കാം, ഒരു ട്രെയിനർ ആയിരിക്കാം. അറിവ് നേടുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. ഒത്തിരി അറിവുള്ള ഒരു പേഴ്സൺ ആണ്. അവരുടെ കരിയർ എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ ആയിരിക്കാം. അങ്ങനെ അറിവ് നേടുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സെക്ടറിലാണ് നിങ്ങളുടെ പേഴ്സൺ വർക്ക് ചെയ്യുന്നത്. അവരുടെ കരിയർ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒന്നുമില്ലെങ്കിൽ അവര് ഇപ്പോഴും അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു എന്നും ഈ കാർഡ് മീൻ ചെയ്യാം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ പേഴ്സണും ഇതുപോലെയുള്ള റീഡിങ്സ് കാണുന്നുണ്ടാവാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അവർക്കും അറിയണമെന്ന് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവാം. അവരും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അപ്പോൾ അറിവ് നേടുക എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും നേടാവുന്ന ഒരു കാര്യമാണ്. അറിവെന്ന് പറയുന്നത് അനന്തമാണ്. അത് നേടാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നേടിയാലേ നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ക്ലിയർ തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 5 ഓഫ് വൺസ് കാർഡാണ്. കറണ്ട് ഫീലിംഗ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഇനിയൊരു മടങ്ങി പോക്കില്ല എന്ന് ചിന്തിക്കുന്നു. അവരെ സഹായിക്കാനായിട്ട് കുറച്ച് പേരുടെ എനർജി കാണിക്കുന്നുണ്ട്. അവരുടെ സുഹൃത്തുക്കളായിരിക്കാം, അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളിലേക്ക് വരുവാനായിട്ട്, തടസ്സം നീക്കുവാനായിട്ട് അവരിലൂടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ഓറക്കൽ കാർഡ് എടുക്കാം. ഓറക്കൽ കാർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ആ കാർഡ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ പവർ പ്ലേ എന്നാണ് കാണിക്കുന്നത്. വാണ്ടിങ് ടു ഡോമിനേറ്റ് ഓർ കൺട്രോൾ ദ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഈ ബന്ധത്തിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് അവര് അത്രമേൽ സ്നേഹം കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളിൽ നിന്നൊരു മടങ്ങിപ്പോക്കില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഉറച്ച നിലപാടോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുവാനും ഒരു ആധിപത്യം സ്ഥാപിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഫാൻ ദി ഫ്ലെയിംസ് എന്നാണ് പറയുന്നത്. ഡൂയിങ് വാട്ട് ഇറ്റ് ടേക്ക് ടു കീപ് ദ പാഷൻ അലൈവ് എന്നാണ് പറയുന്നത്. അഭിനിവേശം നിലനിർത്താനായിട്ട് ആവശ്യമായതെല്ലാം ചെയ്യാനായിട്ട് അവർ ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത്. അഭിനിവേശം എന്ന് പറയുമ്പോൾ ഒരു റൊമാൻസിനെയാണ് കാണിക്കുന്നത്, ഒരു കെയറിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരുമായിട്ടുള്ള ആ നിമിഷങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് അവർ വരുമ്പോൾ അത്രമേൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മുൻപ് നിങ്ങൾക്ക് തന്ന ആ സ്നേഹവും കരുതലും നിങ്ങൾക്ക് വീണ്ടും തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ആ സ്നേഹം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അത്രമേൽ പ്രണയത്തെയാണ് കാണിക്കുന്നത്, അത്രമേൽ റൊമാൻസിനെയാണ് കാണിക്കുന്നത്. തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഫ്ലട്ടറിങ് ഹേർട്ട് എന്നാണ് കാണിക്കുന്നത്. എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട് മോർ എന്നാണ് പറയുന്നത്. പ്രണയം ആസ്വദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും കൂടുതൽ സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരും. ഇനിയും നിങ്ങൾക്ക് വേണോ എന്ന് യൂണിവേഴ്സ് ചോദിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ അത്രമേൽ സ്നേഹത്തോടു കൂടിയാണ് വരാൻ പോകുന്നത്. അത്രമേൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്.
ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹത്തിൽ, നിങ്ങൾ ആഗ്രഹിച്ച ആ കരുതലോട് കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ആ സ്നേഹവും കരുതലും വരാൻ പോകുന്നു. നിങ്ങളോട് എൻജോയ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വേദനയ്ക്ക് എൻഡ് ആവാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നു. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങൾ എന്ന് സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയോ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയോ, അന്ന് മുതൽ യൂണിവേഴ്സ് അവരിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളെക്കാൾ ഏറെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ഒരു റൊമാൻറ്റിക് നിമിഷങ്ങളെയാണ് കാണിക്കുന്നത്, ഒരു സ്നേഹ നിമിഷത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടേണ്ട സംരക്ഷണവും കരുതലും സ്നേഹവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തരുന്നു എന്നാണ് ഈ കാർഡ്സ് എല്ലാം മീൻ ചെയ്യുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെന്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാർഡ്സ് നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യൂ. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങളുടെ പേഴ്സണും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങളോട് പ്രാർത്ഥിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. പോസിറ്റീവായിട്ട് മാത്രമേ തിങ്ക് ചെയ്യാൻ പാടുള്ളൂ. സംശയത്തോടു കൂടി നമ്മൾ തിങ്ക് ചെയ്യാൻ പാടില്ല. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, കുറേ നാളായിട്ട് ബ്ലോക്ക് ആയിരിക്കാം, എങ്കിൽ അതിനൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ടൊരു പ്രപഞ്ച ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. ആ ആഗ്രഹം എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യവും സാധ്യമാകും. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് റീഡിംഗ് ആണ്. ഞാൻ ഈ റീഡിംഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണലായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം നിംസ്.